ഇടതുപക്ഷത്തിന് വളരെ ശക്തിയുള്ള ഒരു പ്രദേശമാണ് ഈ മധ്യകേരളം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ അത് വളരെ പ്രകടവുമാണ്. എറണാകുളം ജില്ല മാത്രമാണ് ആ അർത്ഥത്തിൽ UDFന്റെ ഒരു ശക്തി കേന്ദ്രമായി പറയാവുന്നത്. ഇപ്പോൾ തൃശൂർ കോർപ്പറേഷന്റെ കാര്യത്തിൽ കഴിഞ്ഞ തവണ 24 സീറ്റ് LDFും 24 സീറ്റ് UDF നേടി. എന്നാൽ UDFന്റെ ഒരു വിമതനെ മേയറാക്കിയാണ് LDF 5 വർഷം അവിടെ ഭരിച്ചത്. പിന്നീട് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ വലിയ ഒരു മുന്നേറ്റം BJP നടത്തുകയും ലോക്സഭയിലേക്ക് വിജയിക്കുകയും ചെയ്തതോടുകൂടി ഏറെക്കുറെ LDFന് ഒരു വലിയ ക്ഷീണമുണ്ടാകുകയും UDF ഏറെക്കുറെ ചകിതരായി തകർന്നു പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയായിരുന്നു. UDFന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം തന്നെ സമ്പൂർണ്ണമായി ദുർബലമായ ഒരു അവസ്ഥയായിരുന്നു. അവിടെ നിന്നും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDF ഒരു പ്രാദേശിക നേതൃത്വം അവിടെ ഉയർന്നു വരികയും തൃശൂർ കോർപ്പറേഷനിൽ UDF അല്പം കൂടി ശക്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഭരണം കിട്ടാനുള്ള സാധ്യത UDF കാര്യമായി തന്നെ വിശ്വസിക്കുന്നു. LDF അവിടെ മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ പ്രചരണ രംഗത്ത് വളരെ സജീവമായി ഉയർന്നു വന്നത് തൃശൂർ കോർപ്പറേഷനിൽ LDFന് ഒരു വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. അതാണ് അവിടുത്തെ സ്ഥിതി. അതേസമയം തന്നെ തൃശൂരിൽ ശ്രദ്ധിക്കാതെ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ നഗരസഭയും ഒപ്പം തന്നെ കുന്നംകുളം മുനിസിപ്പാലിറ്റിയുമാണ്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം BJP ആണ് നിലവിൽ. അവിടെ BJP ഭരണം പിടിക്കും എന്ന ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ LDF വളരെ ശക്തമായ ഒരു മത്സരം തന്നെ അവിടെ സംഘടിപ്പിക്കുകയാണ്. LDFനെ പിന്തുണച്ച് പൗരസമൂഹത്തിന്റെ തന്നെ ഒരു മുന്നേറ്റം അവിടെ ഉണ്ട്. കാരണം അവിടെ BJPയെ കൗണ്ടർ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ശക്തി CPM ആണ് എന്ന് കരുതുന്നു. ആ അർത്ഥത്തിൽ നമ്മുടെ മാധ്യമപ്രവർത്തകൻ മാധ്യമംകുട്ടി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഒരു വലിയ ഒരു മൂവ്മെന്റ്, ഒരു പൗരസമൂഹത്തെ സംഘടിപ്പിച്ച് സംഘപരിവാർ ഫാഷിസത്തിനെതിരെ അണിചേരുക എന്നൊരു രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഒക്കെ കൊടുങ്ങല്ലൂരിൽ നടക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട റിസൾട്ട് വരാൻ പോകുന്ന സ്ഥലമാണ് കൊടുങ്ങല്ലൂർ നഗരസഭ. മറ്റൊന്ന് കുന്നംകുളം നഗരസഭയാണ്. അവിടെയും BJP രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയാണ്. BJPക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30,000-ഓളം വോട്ട് കിട്ടിയ മണ്ഡലം കൂടിയാണ് കുന്നംകുളം. ആ അർത്ഥത്തിൽ കുന്നംകുളം നഗരസഭയും വളരെ പ്രധാനപ്പെട്ട ഒരു ഫലം വരാൻ പോകുന്ന മണ്ഡലമാണ്. മറ്റൊന്ന് അനിലക്കര എന്ന കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പുഴയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം തന്നെ കുന്നംകുളം നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റ ജയശങ്കർ പഴഞ്ഞി വാർഡിൽ കാട്ടക്കാമ്പൽ പഞ്ചായത്തിലെ ഒരു വാർഡിൽ മത്സരിക്കുന്നു. ആ അർത്ഥത്തിൽ ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ പഞ്ചായത്തുകളിലും മറ്റും മത്സരിക്കുന്ന ഒരു പ്രാധാന്യം കൂടി തൃശൂർ ജില്ലയ്ക്കുണ്ട്. മറ്റൊന്ന് SDP സാന്നിധ്യമാണ്. SDP കുന്നംകുളം മണ്ഡലത്തിൽ 2 സീറ്റുണ്ട്. അപ്പം തന്നെ ഗുരുവായൂർ മണലൂർ നിയോജക മണ്ഡലത്തിൽ പാവർട്ടി പഞ്ചായത്തിൽ 2 സീറ്റുണ്ട്. ഒപ്പം തന്നെ വാടാനപ്പള്ളി പഞ്ചായത്തിൽ അങ്ങനെ 5 സീറ്റ് തൃശ്ശൂർ ജില്ലയിൽ അവർക്കുണ്ട്. ആ അർത്ഥത്തിൽ തൃശ്ശൂർ ജില്ലയിൽ കൂടുതൽ ശക്തമായ പ്രവർത്തനം അവർ നടത്തിയിട്ടുണ്ട്. അവരുടെയും ഒരു പെർഫോമൻസ് ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ പ്രധാനമാണ്. മറ്റൊന്ന് ആലപ്പുഴയാണ്. ആലപ്പുഴയെ സംബന്ധിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം BJP നടത്തിയ ഒരു സ്ഥലമാണ്. ആ അർത്ഥത്തിലുള്ള ഒരു പ്രചരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആലപ്പുഴയിൽ BJP നടത്തിയിട്ടുണ്ട്. KC വേണുഗോപാലിന്റെ തട്ടകമാണ് UDFനെ സംബന്ധിച്ചും കോൺഗ്രസ് സംബന്ധിച്ചും. അവിടെയും വളരെ ശക്തമായ ഒരു പ്രചരണം കോൺഗ്രസ് നടത്തുമ്പോൾ പോലും താഴെ തട്ടിലുള്ള സംഘടനാ സംവിധാനം CPMന്റെയും BJPയുടെയും കയ്യിലാണ്. അതിനെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായി മാറ്റുരയ്ക്കാൻ പോകുന്നതും ആ സംഘടനാ ശേഷിയും വൈഭവവുമായിരിക്കും. അത് BJPക്കും CPMനും ശക്തമായ മുൻകൈ നൽകുന്നുണ്ട്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വലിയ ഒരു പ്രതീക്ഷ ആലപ്പുഴയിൽ വെക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊന്ന് ഇടുക്കിയാണ്. ഇടുക്കിയിൽ കോൺഗ്രസ് പരമ്പരാഗതമായി ഒരു ശക്തി കേന്ദ്രമായിരുന്നെങ്കിലും കഴിഞ്ഞ തവണയെല്ലാം അവിടെ LDF മുന്നേറുന്ന ഒരു കാഴ്ചയായിരുന്നു. പക്ഷെ ഇത്തവണ അല്പം കൂടി മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവിടെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കോട്ടയമാണ് ആലപ്പുഴയുടെ കാര്യം ഒന്നുകൂടി ചോദിക്കട്ടെ ഷുക്കൂർ. ഇപ്പൊ ആലപ്പുഴയില് BJPയുടെ കാര്യം SDP കാര്യവും പ്രത്യേകമായി പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ശോഭാ സുരേന്ദ്രൻ നിൽക്കുകയും വലിയ തോതിൽ വോട്ടൊഴുക്ക് BJPയിലേക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള സ്ഥലമാണ് ആലപ്പുഴ. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇത് ഏതൊക്കെ നിലയ്ക്ക് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് BJP കാര്യത്തിൽ എവിടെയൊക്കെ? രണ്ടാമത് ഇപ്പോൾ SDP കാര്യവും പറഞ്ഞു. SDP ആലപ്പുഴയിൽ പ്രതീക്ഷ വെക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം അമ്പലപ്പുഴ വടക്ക് പോലെയുള്ള പഞ്ചായത്തുകളുടെ കാര്യം എടുത്താൽ അവിടെ വലിയ പ്രതീക്ഷയാണ് അവർക്കുള്ളത്. സോ ഈ BJP ആൻഡ് SDP ഈ ഫാക്ടേഴ്സ് ഒക്കെ ഏറ്റവും വലിയ നമ്പർ കാണിക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഒന്നായിരിക്കുമോ ആലപ്പുഴ? തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ വലിയ മുന്നേറ്റമുണ്ടാക്കിയെന്ന് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഈഴവ വിഭാഗം വലിയ തോതിൽ
CPM വിട്ട് BJP-യിലേക്ക് പോകുന്നു എന്ന ചർച്ചയ്ക്ക് അടിസ്ഥാനപരമായ റിസൾട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണിച്ച ഒരു പ്രദേശം കൂടിയാണ് ആലപ്പുഴ. ആ അർത്ഥത്തിൽ ആലപ്പുഴയിലെ റിസൾട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായിരിക്കും. ഈ ഈഴവ വോട്ടർമാർ, വെള്ളാപ്പള്ളി നടേശന്റെ സാന്നിധ്യം, ഇതെല്ലാമുള്ള ഒരു സ്ഥലത്ത് ഈഴവ വോട്ടർമാർ മാറി ചിന്തിക്കുന്നുണ്ടോ, അതോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് കിട്ടിയ അധിക വോട്ട് ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമാണ്. ഇപ്പൊ ഹരിപ്പാടായാലും അല്ലെങ്കിൽ ചേർത്തലയായാലും ആലപ്പുഴ നഗരം തന്നെയായാലും അവിടെയെല്ലാം BJP വളരെ ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്ര കണ്ട് വോട്ടാവും എന്നുള്ളത് നമുക്ക് പറയുക വയ്യ. പക്ഷെ അവരുടെ സാന്നിധ്യം ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന് അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിന് പരിധിയിലുള്ള അമ്പലപ്പുഴ തെക്ക്, വടക്ക്, പുന്നപ്ര ഈ പഞ്ചായത്തുകളിലെല്ലാം തന്നെ SDP-യുടെ ഒരു സാന്നിധ്യമാണ്. 9 ഈ നിയമസഭാ മണ്ഡലത്തിൽ 9 ലോക്കൽ ബോഡി മെമ്പർമാർ അവർക്കുണ്ട്. അത് ഇത്തവണ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് അവർ ഭരണം പിടിക്കുമെന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത്. മാത്രമല്ല ആ അർത്ഥത്തിലുള്ള സജീവമായ ഒരു പ്രവർത്തനം അവിടെയുണ്ട്. അവരുടെ പഞ്ചായത്ത് അംഗങ്ങളെല്ലാം തന്നെ വളരെ ജനകീയരായ പഞ്ചായത്ത് അംഗങ്ങളാണ്. ആ അർത്ഥത്തിലുള്ള ഒരു സാന്നിധ്യം SDP അവിടെയുണ്ട്. ഒരു പക്ഷേ മധ്യ കേരളത്തിലും അതുപോലെ തന്നെ തെക്കൻ കേരളത്തിലും SDP-യുടെ ഒരു വളർച്ചയുടെ ഒരു നാന്ദി അവിടെ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം. കോട്ടയം